ട്രംപ് ഭരണകൂടത്തിൻ്റെ പല കാര്യങ്ങളും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾക്ക് അമേരിക്ക എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു സന്ദേഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നു. ഈ രീതിയിൽ പോയാൽ അമേരിക്ക പഴയ അമേരിക്ക ആയിരിക്കുമോ എന്നുള്ളൊരു സന്ദേഹം പോലും ഉണ്ടാവുന്നു. എന്തായാലും ചരിത്രം ട്രംപിനെ ഏത് രീതിയിലായിരിക്കും അടയാളപ്പെടുത്തുക എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒരു 25-30 വർഷം കഴിയുമ്പോൾ ട്രംപിൻ്റെ ഭരണകാലത്തെ ഏത് രീതിയിലായിരിക്കും വിലയിരുത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പോരാട്ടത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായുള്ള പോരാട്ടമാണ്. അതായത് ഹാർവാർഡിനെതിരെയാണ് ഏറ്റവും ശക്തമായ പോരാട്ടം. കൊളംബിയയ്ക്കും മറ്റെല്ലാ യൂണിവേഴ്സിറ്റികൾക്കുമെതിരെ ഈ പോരാട്ടം നടക്കുന്നു. അപ്പോൾ ഹാർവാർഡിനെതിരെ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അദ്ദേഹം ആൻറ്റി സെമിറ്റിസത്തിൻ്റെ, അതായത് ഇസ്രായേൽ വിരുദ്ധരുടെ ഏറ്റവും വലിയ കേന്ദ്രമാണതെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇസ്രായേലുകാരോടും യഹൂദരോടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് എന്നു മുതലാണ് ഇത്ര സ്നേഹം തുടങ്ങിയതെന്ന് അറിഞ്ഞുകൂടാ. പ്രധാന കാരണം ഈ യഹൂദരെല്ലാവരും തന്നെ ഡെമോക്രാറ്റുകളാണ്. അവർ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നത്. ചുരുക്കമായിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മാത്രമാണ് അവർ കുറച്ച് ട്രംപ് പക്ഷത്തേക്ക് തിരിഞ്ഞത്. അപ്പം ഹാർവാർഡിൽ എന്താണ് ഈ യഹൂദ വിരുദ്ധത എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഏറ്റവും സമർത്ഥരായുള്ള ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ പണം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ അവിടെ അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും തമാശ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, പ്രസിഡന്റ് ട്രംപിൻ്റെ ഇളയ പുത്രൻ ബാരൻ ട്രംപിന് ഹാർവാർഡ് പ്രവേശനം കൊടുത്തില്ല, അതിൻ്റെ വൈരാഗ്യം തീർക്കുകയാണെന്നാണ് ഇപ്പം ഉണ്ടായിരിക്കുന്ന ആരോപണം. പക്ഷേ മെലനിയ ട്രംപ് പറയുന്ന അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവിടെ അപേക്ഷിച്ചിട്ടുമില്ല, അവിടെ ചേരാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയായിരുന്നാലും അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ഇപ്പോൾ പുതുതായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഹാർവാർഡിനെതിരെയുള്ള ഈ പോരാട്ടത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും അഭിമുഖം കൊടുക്കുന്നത്, വിസ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാനായിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഉത്തരവിട്ടിരിക്കുന്നത്.